നമുക്ക് ക്യാബേജ് വെച്ചിട്ടൊരു അടിപൊളിയായിട്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഞാൻ ക്യാബേജ് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കടലപ്പൊടിയാണ്, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കടലപ്പൊടി, അതിൻ്റെ പകുതി അളവിൽ നമ്മൾ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ്, കായത്തിൻ്റെ പൊടി ഇത്രയും കൂടെ ചേർത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം, അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്യാബേജ് ഇങ്ങനെ ആ ഒരു ബൗൾ നിറയെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഞെരട്ടി കുഴച്ചെടുത്തപ്പോൾ ഇതുപോലെ നല്ല പകുതിയായിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് എക്സ്ട്രാ കടലപ്പൊടിയോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നേരത്തെ എടുത്ത സെയിം അളവ് തന്നെയാണ്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മളിതിൽ അധികം കടലപ്പൊടി ചേർക്കാതാകുമ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനും അതൊക്കെ കുറച്ചൊരു പ്രയാസമായിരിക്കും. നല്ലോണം കടലപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഷേപ്പൊക്കെ ആക്കി ഇടാനൊക്കെ പറ്റും. പക്ഷേ ടേസ്റ്റ് നമ്മളെപ്പോഴും ആ കടലപ്പൊടി കുറച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു ക്യാബേജും സവാളയൊക്കെ ഒന്നിങ്ങനെ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് പൊടി ചേർക്കുന്നതാണ്. ഞാൻ ഉള്ളിവട ഉണ്ടാക്കുകയാണെങ്കിലും അധികം ആ ഒരു കടലപ്പൊടി ചേർക്കാറില്ല കേട്ടോ. പൊടി കൂടുതലാകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉള്ളിവട ആണെങ്കിലും ക്യാബേജ് വടയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത്, കാരണം ആ ഒരു പൊടി കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇത്തിരി പ്രയാസമാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടോ, പക്ഷേ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ക്യാബേജ് വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളുടെ ക്യാബേജ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിവടയുടെ ഒരു കറക്റ്റ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാനും അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിൽ ഉള്ളിവടയുടെ ടേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ്, അത്രയും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ക്യാബേജ് വെച്ച് ചെയ്താണെന്ന് തോന്നുകയില്ല കേട്ടോ. നല്ലൊരു ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.